കാർബോഹൈഡ്രേറ്റ് കുറച്ച് കൂടുതൽ പ്രോട്ടീനും ഫൈബറും കഴിക്കണമെന്ന് ഇന്ന് നാം പലയിടങ്ങളിൽ നിന്നും കേൾക്കാറുണ്ട്. അങ്ങനെ കാർബ് കുറച്ച് പ്രോട്ടീനും ഫൈബറും അടങ്ങിയ ടേസ്റ്റിയായ ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായോ സ്നാക്സായോ ഒക്കെ കഴിക്കാവുന്നതാണ്. പുറം ഭാഗം ക്രിസ്പിയും അകം ഭാഗം സോഫ്റ്റുമായി പലഹാരം ഉണ്ടാക്കാൻ എളുപ്പമാണ്. വെറുതെ കഴിക്കാനും ചട്നിയുടെ കൂടെ സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും വളരെ നല്ലതാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മസൂർ ദാലും കുറച്ച് പച്ചക്കറികളുമാണ്. മസൂർ ദാൽ വളരെ സോഫ്റ്റായ പരിപ്പാണ്, പെട്ടെന്ന് വേകുന്നതാണ്. പ്രോട്ടീനും ഫൈബറും കൂടുതലായി ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതാദ്യം ഒരു കപ്പ് കഴുകി കുതിരാനായിട്ട് വെക്കുക. ആ കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റു പച്ചക്കറികൾ അരിഞ്ഞെടുക്കാം. അതുപോലെ മെയിനായിട്ടുള്ള വേറൊരു പച്ചക്കറിയാണ് ബ്രോക്കോളി. ബ്രോക്കോളിയിൽ വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻറ്റും ധാരാളമുണ്ട്. ബ്രോക്കോളിക്ക് ഇല്ലെങ്കിൽ അതിന് പകരം ബീൻസൊക്കെ ഉപയോഗിച്ചാലും മതി. ഇതിനകത്ത് ഉപയോഗിക്കുന്ന പച്ചക്കറികൾ നിങ്ങൾക്ക് താല്പര്യമുള്ള പച്ചക്കറികൾ എടുക്കാം. ആദ്യം ബ്രോക്കോളി ചെറുതായിട്ട് അരിഞ്ഞ് ഒരു ബൗളിലേക്ക് മാറ്റുക. ചെറുതായിട്ട് കൈ കൊണ്ട് അരിയുകയോ അല്ലെങ്കിൽ ചോപ്പർ കൊണ്ടൊക്കെ അരിയുകയോ ചെയ്യാം. എന്നിട്ട് അതിനകത്തേക്ക് ഒരു സബോളയുടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. സബോളയോ കൊച്ചുള്ളിയോ അരിയാം. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് മല്ലിയില, ക്യാബേജ് അരിഞ്ഞത്, ഇതെല്ലാം കൂടെ മാറ്റി വെക്കുക. ഈ സമയം കുതിർന്ന പരിപ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 2 വെളുത്തുള്ളി അല്ലി അതും കൂടെ ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. ഒത്തിരി പേസ്റ്റ് പോലെ അരേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആവശ്യമെങ്കിൽ 1-2 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ അരച്ച പരിപ്പ് വെജിറ്റബിളിൻ്റെ കൂട്ടിലേക്ക് ഇടുക. അതിനുശേഷം ഈ വെജിറ്റബിൾ മിക്സിലേക്ക് 1/4 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇടുക. ചില്ലി ഫ്ലേക്സിൻ്റെ കൂടെ താല്പര്യമുള്ളവർക്ക് കുരുമുളക് പൊടിയും ഇടാം. അതുപോലെ ഇതിനകത്ത് ഇടുന്ന പച്ചക്കറികളൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിടാം. ഒത്തിരി ആകരുത്, കാരണം പരിപ്പും ഇതെല്ലാം കൂടെ ഒരു പ്രൊപ്പോർഷനിൽ വരണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. കുറച്ച് ഗരം മസാലയും ചേർക്കുക. താല്പര്യമുള്ളവർക്ക് ചെറിയ ജീരകവും പൊടിച്ചും ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഉരുട്ടി നോക്കണം. കാരണം ഇത് നമുക്കിത് ഉരുട്ടിയിട്ട് പരത്തിയിടാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പരുവം. ഉരുട്ടുമ്പോൾ ഉരുണ്ട് കിട്ടണം, ഇങ്ങനെ ബോൾസായിട്ട് കിട്ടണം. എന്നിട്ട് അതെല്ലാം നമ്മൾ പരത്തി വെക്കുക. കൈവെള്ളയിൽ വെച്ച് പ്രസ് ചെയ്ത് പരത്തിയെടുത്താൽ മതി. എന്നിട്ടിത് ഒരു പാനിൽ ബട്ടറോ ഓയിലോ ഒഴിച്ച് അതിനകത്ത് നിരത്തുക. നിരത്തുന്നതിന് മുമ്പേ ഒന്നുകൂടെ കൈവെള്ളയിൽ വെച്ച് പ്രസ് ചെയ്യാം. എത്രയും പരത്താമോ അത്രയും നല്ലതാണ്. എന്നിട്ടിത് അടച്ചു വെക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഒരു സൈഡ് മുഴുവന് മുരിഞ്ഞ് വരുമ്പോൾ ഇത് മറിച്ചിടുക. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും അത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുക. ഈ പരിപ്പ് പെട്ടെന്ന് വേകുന്നതായതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരം അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ എടുക്കുക. വളരെ ടേസ്റ്റിയായും ഹെൽത്തിയുമായ സ്നാക്ക് ഇവിടെ റെഡിയായി. ഇത് വെറുതെ കഴിക്കാനും ചട്നിയുടെ കൂടെ സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഈ പരിപ്പും പച്ചക്കറിയുടെയും മിക്സ് എടുത്ത് ഞാനൊരു മുട്ടയും കൂടെ ചേർത്ത് മിക്സിയിൽ വീണ്ടും അടിച്ചായിരുന്നു. അങ്ങനെ അടിച്ച ആ കൂട്ടുകൊണ്ട് ഈ തരത്തിലുള്ള ചെറിയ ചെറിയ അപ്പങ്ങളുണ്ടാക്കി ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ്. പച്ചക്കറികളൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഈ രീതിയിൽ കൊടുക്കുന്നത് നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു നല്ല ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.